ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരെ സഹായിക്കാൻ നിയമഭേദഗതി പാസാക്കിയ ഹംഗറിയുടെ പ്രവൃത്തി ശ്രദ്ധേയമാകുന്നു. ജനുവരി 1 മുതൽ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതായി പീഡിത ക്രൈസ്തവരുടെ ചുമതലയുള്ള ഹംഗറി സ്റ്റേറ്റ് സെക്രട്ടറി ട്രിസ്റ്റൻ അസ്ബേജ് അറിയിച്ചു. ക്രൈസ്തവരാണ് ഇപ്പോൾ ലോകത്ത് ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗം. ക്രിസ്തുവിനെ അനുഗമിച്ചതിന് പ്രതിവർഷം 5000 പേർ കൊല്ലപ്പെടുന്നു. ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും ഏകദേശം 80% നടക്കുന്നത് നൈജീരിയയിലാണെന്നും ക്രിസ്മസിന് നൈജീരിയയിൽ നടന്ന ആക്രമണങ്ങളെ ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു. നിസ്സംഗത, നിശബ്ദത എന്നിവ തകർക്കുകയും ഇത് ക്രൈസ്തവർ നേരിടുന്ന പീഡനമാണെന്ന് പറയുകയും ചെയ്യേണ്ടത് സുപ്രധാന കാര്യമാണ്. ഇസ്ലാമിക തീവ്രവാദം ഇതിനകം യൂറോപ്പിൽ ആവിർഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി ഇതിനുള്ള ഒരു കാരണം ഇസ്ലാമിൻ്റെ ക്രിസ്ത്യൻ വിരുദ്ധതയും പടിഞ്ഞാറൻ യൂറോപ്പിൽ വ്യാപിക്കുന്ന പുരോഗമന ക്രിസ്ത്യൻ വിരുദ്ധതയാണെന്നും അഭിപ്രായപ്പെട്ടു. ലോകത്ത് പീഡിത ക്രൈസ്തവർക്ക് വേണ്ടി ശക്തമായ വിധത്തിൽ സഹായ പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയ രാജ്യമാണ് ഹംഗറി. മാനസിക സഹായം നൽകുന്നതിന് മാത്രമല്ല, ഭാവിയിൽ സാമ്പത്തിക വികസനത്തിനും സമാധാനം കെട്ടിപ്പടുക്കുന്നതിനും ഹംഗറി ഹെൽപ്സ് പ്രോഗ്രാമിൻ്റെ നിയമം സഹായകരമാകുമെന്ന് കരുതപ്പെടുന്നു.